തമിഴക വെട്രിക്കഴകം അധ്യക്ഷനായ നടൻ വിജയുടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. തിരുച്ചിറപ്പള്ളി മറക്കടൈ ഗാന്ധി മാർക്കറ്റിൽ MGR പ്രതിമയ്ക്ക് മുന്നിൽ നിന്നാണ് വിജയ് തന്റെ ആദ്യ രാഷ്ട്രീയ പര്യടനം ആരംഭിക്കുന്നത്. ഇന്ന് രാവിലെ 10:30 വിജയ് വേദിയിലെത്തും. വിവരങ്ങളുമായി ഇപ്പോൾ മുഹമ്മദ് റഹീസാണ് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ചേരുന്നത്. മുഹമ്മദ് റഹീസ്, അങ്ങനെ വിജയ് ആ രാഷ്ട്രീയ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. കർശന ഉപാധികളോടെയാണല്ലോ യാത്രയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ മുഹമ്മദ് റഹീസ്? ഉന്മേഷ്, വിജയ് അങ്ങനെ തന്റെ ആദ്യ രാഷ്ട്രീയ യാത്രയ്ക്ക് തമിഴ്നാട് പര്യടനത്തിന് തുടക്കമിടുകയാണ്. അത് തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ് തുടക്കമിടുന്നത്. മാത്രമല്ല, സ്ഥലത്തിനും പ്രത്യേകതയുണ്ട്. ഗാന്ധി മാർക്കറ്റിലെ മറക്കടയിലെ ഗാന്ധി മാർക്കറ്റിനടുത്ത് MGR പ്രതിമയ്ക്ക് മുന്നിൽ നിന്നാണ് വിജയ് തന്റെ രാഷ്ട്രീയ യാത്രയ്ക്ക് തുടക്കമിടുന്നത്. വിജയുടെ ബസ്സുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. ആ ബസ്സിൽ ഉൾപ്പെടെ, പ്രചാരണ വാഹനത്തിൽ ഉൾപ്പെടെ MGRന്റെ ചിത്രം കൂടി വെച്ചിട്ടാണ് അദ്ദേഹം യാത്ര തുടങ്ങുന്നത്. അങ്ങനെ കൃത്യമായി ഒരുപാട് രാഷ്ട്രീയ ഉദ്ദേശങ്ങളോടെ, ലക്ഷ്യങ്ങളോടെയൊക്കെയാണ് വിജയ് തന്റെ പര്യടനം തുടങ്ങുന്നത്. കർശന ഉപാധികൾ, 23 ഉപാധികൾ വെച്ചിട്ടാണ് പോലീസ് വിജയ്ക്ക് ഇത്തരത്തിലൊരു യാത്രയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത്. അതിൽ റോഡ് ഷോ പാടില്ല എന്നതടക്കമുള്ള ഉപാധികളുണ്ട്. മാത്രമല്ല, വിജയുടെ വാഹനത്തിനൊപ്പം 6 വാഹനങ്ങൾ മാത്രമേ പാടുള്ളൂ. ഈ പടക്കം പൊട്ടിക്കാൻ പാടില്ല. ഒരു പ്രവർത്തകർ യാതൊരു തരത്തിലും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് കടക്കാൻ പാടില്ല എന്നതടക്കമുള്ള കർശന ഉപാധികളാണ്. മാത്രമല്ല, പോലീസ് കനത്ത സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 700ഓളം പോലീസുകാർ മാത്രം ഈ വേദിക്കും അതിനു ചുറ്റുമായി മാത്രമുണ്ട്. വിജയ് ഇന്ന് 3 ഇടങ്ങളിലാണ് പര്യടനം നടത്തുന്നത്. ഈ മറക്കടയിലെ പര്യടനം കഴിഞ്ഞാൽ, തിരുച്ചിറപ്പള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് 2 സ്ഥലങ്ങളിലേക്കൂടെ, പേരമ്പലൂർ ഉൾപ്പെടെയുള്ള 2 സ്ഥലങ്ങളിലേക്ക് കൂടി വിജയ് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് മുഴുവനായി, പകൽ മുഴുവൻ വിജയ് തന്റെ യാത്രയിലായിരിക്കും. ശനിയാഴ്ചകളിൽ മാത്രമാണ് യാത്ര നടത്തുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഈ സമയത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. കാരണം തമിഴക രാഷ്ട്രീയത്തിൽ കൃത്യമായൊരു സ്പേസ് ഉള്ള സമയമാണ്. AIDMKയിലെ പൊട്ടിത്തെറി, NDAയിലെ ഭിന്നത, ഒപ്പം തന്നെ ഈ 2 വിഭാഗങ്ങളിലും, ഈ മുന്നണിയിലും ഒപ്പം തന്നെ AIDMKയിലുമുള്ള നേതാക്കൾക്കെതിരായിട്ടുള്ള അമർഷം, ഇതൊക്കെ ഇങ്ങനെ പുകയുന്ന സമയത്താണ് പാർട്ടി പ്രവർത്തകർ എന്ത് തീരുമാനം എടുക്കണം എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് വിജയ് തന്റെ രാഷ്ട്രീയ യാത്രയുമായി മുന്നോട്ട് വരുന്നത്. അവിടെ MGRനെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. MGRനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് AIDMK വോട്ട് ബാങ്കിലേക്ക് കടന്നു ചെല്ലാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ NDA ഇപ്പോൾ വിട്ട് മാറി നിൽക്കുന്ന TTV ദിനകരനും OPSും അടക്കമുള്ള നേതാക്കൾക്ക് വിജയിയോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അതുകൂടി തന്റെ ഭാഗത്തേക്ക് ചേർത്തുകൊണ്ട്, മുതലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് വിജയ് ഉള്ളത്. പക്ഷേ 25 മിനിറ്റ് മാത്രമാണ് വിജയ്ക്ക് സംസാരിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 9:30 ചാർട്ടേഡ് വിമാനത്തിൽ വിജയ് തിരുച്ചിറപ്പള്ളിയിലേക്ക് എത്തും. അതിനുശേഷം ഈ ഒരു വേദിയിലേക്ക് എത്തും. അതിനു പിന്നാലെയാണ് ഇദ്ദേഹം 10:35 മുതൽ ഏതാണ്ട് 11 മണിവരെ ഇവിടെ സംസാരിക്കും. അത് കൃത്യമായിട്ടുള്ളൊരു സമയമായിരിക്കും. ആ 25 മിനിറ്റ് മാത്രമാകും സംസാരിക്കുകയും ചെയ്യുക. എന്തായാലും വിജയ് തുടക്കമിടുന്നത് വലിയൊരു യാത്രയ്ക്കാണ്. 94 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് ഇത്. മധുരയിൽ ഡിസംബർ 20-നാകും സമാപിക്കുക. ശനിയാഴ്ചകളിൽ മാത്രമുള്ളൊരു യാത്ര. അങ്ങനെ അത്തരത്തിൽ ക്രോഡീകരിച്ച് ഓരോ സമയവും ഓരോ വിഷയങ്ങൾ, ഓരോ ജില്ലയിൽ ഊന്നി പറയേണ്ട വിഷയങ്ങൾ പറഞ്ഞ്, എന്നാൽ പൊതുവിൽ BJPക്കും DMKയ്ക്കും എതിരെ സംസാരിച്ചുകൊണ്ടുള്ള ഒരു നീക്കം തന്നെയാകും വിജയുടെ ഭാഗത്തുനിന്നുണ്ടാകുക. മാത്രമല്ല, AIDMK കയ്യിലെടുക്കാൻ വിജയ് എന്തൊക്കെ പറയുമെന്നുള്ളതും എന്തായാലും വളരെ നിർണായകമായിരിക്കും. ഇന്നൊരു 3 മണിക്കൂറിന് ശേഷം വിജയ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ യാത്രയിൽ ഒരു പാർട്ട് ടൈം പൊളിറ്റീഷ്യൻ എന്നുള്ള ലേബൽ മാറ്റിക്കൊണ്ട് ഒരു ഫുൾ ടൈം പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിലേക്ക് കൂടിയുള്ള ചുവടുവയ്പ്പാണ് നടക്കാൻ പോകുന്നത്. ഉന്മേഷ്, ശരി. മധുരയിൽ നിന്ന് ആരംഭിച്ച് ഡിസംബർ 20 വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു റാലിക്ക് തുടക്കമാവുകയാണ്. ഓരോ ജില്ലകളിലും വിവിധ ലക്ഷ്യങ്ങളും വിവിധ വിഷയങ്ങളും ഉന്നയിക്കുന്നതായിരിക്കും ഈ റാലി എന്നാണ് മുഹമ്മദ് റഹീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.